Hello friends, welcome to my channel shajals Crochet. ഇന്ന് നമുക്ക് ഒരു ഹാർട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം. ചെറിയ ഹാർട്ട്, സ്മോൾ സൈസ് ഹാർട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാർട്ട് നമുക്ക് ക്രോഷേ പ്രോജക്ട്സ് ഡെക്കറേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഹോം ഡെക്കറായിട്ട് യൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണാണിത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന 100% അക്രിലിക് യാണാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് യാൺ വേണമെങ്കിലും എടുക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഹുക്ക് സൈസ് എന്ന് പറയുന്നത് 5mm. അപ്പോൾ 5mm ഹുക്ക് സൈസും എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ ഒപ്പമുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ എപ്പോഴാണെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഷീസസ് ക്രോഷേ എന്ന പേജിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കൊരു മാജിക് റിംഗ് ഇടാം. നിങ്ങൾക്ക് ബേസിക് സ്റ്റിച്ചസ് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാജിക് റിംഗ്, സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, അങ്ങനെ എല്ലാ സ്റ്റിച്ചസും ബേസിക് സ്റ്റിച്ചസ് എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ചെയിൻ ഇടാം. 1 2 3 ചെയിൻസ് ഇട്ടു. അതിന് ശേഷം നമ്മൾ yarn over 2 times, 2 പ്രാവശ്യം yarn ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് yarn ഇങ്ങനെ പുൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഇപ്പോൾ നമുക്ക് 4 ലൂപ്സ് ഉണ്ട് ഹുക്കിൽ. yarn over ആദ്യത്തെ 2 ലീവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി yarn over ചെയ്ത് സെക്കൻഡ് 2 സെറ്റ് അത് നമ്മൾ ലീവ് ചെയ്തു. പിന്നെ ലാസ്റ്റത്തെ ഈ പെയർ ഇങ്ങനെ പുൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇട്ടേക്കുന്നത് ഒരു ട്രിപ്പിൾ ക്രോഷേ ആണ് ഇട്ടേക്കുന്നത്. ഇനി സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷേ ഇതേപോലെ തന്നെ yarn over ചെയ്ത് ഫസ്റ്റ് 2 റിമൂവ് ചെയ്യാം. പിന്നെ സെക്കൻഡ് 2, പിന്നെ ലാസ്റ്റത്തെ 2. അപ്പോൾ ഇവിടെ 2 ട്രിപ്പിൾ ക്രോഷേസ് ആയി. ഫസ്റ്റത്തെ 3 ചെയിനും അതിന് ശേഷം മൂന്നാമത്തെ ട്രിപ്പിൾ ക്രോഷേ. അപ്പം ടോട്ടലി നമുക്കിവിടെ 4 സ്റ്റിച്ചസ് കിട്ടി. ഇനി yarn over 1 ടൈം ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഒരു ഡബിൾ ക്രോഷേ, ഒരു പ്രാവശ്യം ലീവ് ചെയ്തു. പിന്നെ ലാസ്റ്റത്തെ 2 ഒരു പ്രാവശ്യം കൂടി 1 2. ഇത് സെക്കൻഡ് ഡബിൾ ക്രോഷേ. ഇനി തേർഡ് ഡബിൾ ക്രോഷേ. അപ്പോൾ നമ്മളിവിടെ ഇട്ടേക്കുന്നത് ഫസ്റ്റ് 3 ചെയിൻസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് 1 2 3 ട്രിപ്പിൾ ക്രോഷേസ് ഇട്ടു. അതിനുശേഷം 3 ഡബിൾ ക്രോഷേസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചെയിൻ 1 ഇട്ടതിന് ശേഷം yarn over 2 ടൈംസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് ഒരു ട്രിപ്പിൾ ക്രോഷേ, ഫസ്റ്റ് 2, പിന്നെ സെക്കൻഡ് 2 ആൻഡ് ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിനും കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് yarn over 3 ഡബിൾ ക്രോഷേസ് ഇടാം. 1 2 3 ഡബിൾ ക്രോഷേസ് ഇട്ടു. yarn over 2 ടൈംസ്. സെയിം സ്പേസിൽ തന്നെ നമുക്കൊരു ട്രിപ്പിൾ ക്രോഷേ, അഗെയിൻ ഒരു ട്രിപ്പിൾ ക്രോഷേ, അഗെയിൻ ഒരു ട്രിപ്പിൾ ക്രോഷേ. അപ്പോൾ 3 ട്രിപ്പിൾ ക്രോഷേസ് ഇട്ടു നമ്മളിവിടെ. ഇപ്പോഴത്തെ സൈഡ് 3 ചെയിൻ, 3 ട്രിപ്പിൾ ക്രോഷേ, 3 ട്രിപ്പിൾ ക്രോഷേ, 3 ഡബിൾ ക്രോഷേ, ചെയിൻ 1 ട്രിപ്പിൾ ക്രോഷേ, 3 ഡബിൾ ക്രോഷേ, പിന്നെ 3 ട്രിപ്പിൾ ക്രോഷേ. അതിനുശേഷം ചെയിൻ 3 1 2 3 ഈ ഓരോ സ്പേസിൻ്റെ ഉള്ളിലിട്ട് നമുക്കിതിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഈ ഒരു ഈ കുഞ്ഞ് ഇങ്ങനെ പിടിച്ച് വെച്ച് ഇതിങ്ങനെ വലിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ലോക്കായി കിട്ടും, ടൈറ്റായി. ഈ ഒരു സർക്കിൾ ഇവിടെ ക്ലോസായി, ഇവിടെ ഹാർട്ട് ഷേപ്പ് കിട്ടുകയും ചെയ്തു. ഇനി ഇവിടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടായിരുന്നല്ലോ. ഇനി ചെറിയ ഒരു ചെയിൻ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഇത്രയും വിട്ട് വെച്ച് നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ പുൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു നോട്ടാവും. അപ്പോൾ ഇത് സെക്യൂർഡായി ഇവിടെ. അതിന് ശേഷം ഒരു കുഞ്ഞു നോട്ടും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഈ yarn ചെറുതായിട്ടിങ്ങനെ ഹൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഹാർട്ട് ഇവിടെ റെഡിയായി.
അപ്പോൾ ഇവിടെ നമ്മുടെ ഹാർട്ട് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ പുതിയൊരു പാഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.